അങ്ങനെ നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് എടുക്കുകയാണ്. എന്താ പറയുന്നത് വെച്ചാൽ നെക്സ്റ്റ് ഈസ് BCS തിയറി. BCS തിയറി എന്ന് പറയുന്നത് ഈ സൂപ്പർ കണ്ടക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മെയിൻ തിയറിയാണ് എന്ത് BCS തിയറി. BCS തിയറി എന്ന് പറഞ്ഞൊരു പേര് കിട്ടാൻ കാരണം 3 സയൻറ്റിസ്റ്റ് ബാർഡീൻ, കൂപ്പർ ആൻഡ് സ്ട്രിഫർ, BCS, ഇവർ 3 പേരും കൂടിയാണ് എന്ത് സൂപ്പർ കണ്ടക്ടിവിറ്റീൻ്റെ ഇതെങ്ങനെയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ ഈ റെസിസ്റ്റൻസ് ഇല്ലാതെ നിൽക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ സ്റ്റഡി നടത്തിയിട്ട് ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്ത് ആ തിയറി ഏത് ഇയറിലാണ് 1957 അങ്ങനെ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നത്. ആ തിയറിനെയാണ് എന്ന് പറയുന്നത് BCS തിയറി എന്ന് പറയുന്നത്. ഈ സെക്ഷൻ ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിനെ ഫോളോ ചെയ്തിട്ടല്ല പഠിപ്പിക്കുന്നത്, വേറൊരു ടെക്സ്റ്റാണ് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള. ഞങ്ങൾക്ക് ഫോട്ടോ ഇട്ട് തരാം ആ ടെക്സ്റ്റിൻ്റെ പേജ്. ഓക്കെ, അപ്പം ഈ BCS തിയറി എന്ന് പറയുമ്പം ഫസ്റ്റ് വരുന്നതാണ് കൂപ്പർ പെയർ. കൂപ്പർ പെയറാണ് ആദ്യമായിട്ട് പറയേണ്ടത്. സാധാരണ നോർമലായിട്ട് 2 ഇലക്ട്രോൺസ് അട്രാക്റ്റ് ചെയ്യുമോ? ഇല്ല. എന്താ, 2 ഇലക്ട്രോൺ സെയിം ചാർജാണ്. അപ്പോൾ കൂളോംബിക് റിപ്പൽഷൻ കാരണം എപ്പോഴും റിപ്പൽ ചെയ്യുള്ളൂ 2 ഇലക്ട്രോൺസ്. ഒരിക്കലും 2 ഇലക്ട്രോൺസ് എന്താവില്ല, അട്രാക്റ്റ് ചെയ്യൂല. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. പക്ഷേ ഇൻ സൂപ്പർ കണ്ടക്ടേഴ്സ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഈ 2 ഇലക്ട്രോൺ പെയറാവും. ആ പെയറിനെയാണ് എന്ത് പറയുന്നത്, കൂപ്പർ പെയർ എന്ന് പറയുന്നത്. സൂപ്പർ കണ്ടക്ടറിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ 2 ഇലക്ട്രോൺ പെയറാവുകയും ആ പെയർ ഓഫ് ഇലക്ട്രോണാണ് സൂപ്പർ കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റിക്ക് കാരണമാവുന്നത്. ആ പെയർ ഓഫ് ഇലക്ട്രോണിനെയാണ് എന്ത് പറയുന്നത്, കൂപ്പർ പെയർ എന്ന് പറയുന്നത്. ആ കൂപ്പർ പെയർ ഒരു സിസ്റ്റമായിട്ട് ഫോം ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ദേ ബോണ്ട് ടു ഫോം എ സിസ്റ്റം ആൻഡ് മൂവ് ടുഗദർ ആസ് എ സിംഗിൾ സിസ്റ്റം. സച്ച് പെയർ ക്യാൻ ബി ബ്രോക്കൺ ഇഫ് ദ എനർജി ഈസ് ബൈൻഡിങ് എനർജിക്ക് ഈക്വലൻ്റ് ആയ ഹൈ എനർജി അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ ഇതിന് ഒരു സ്മൂത്തായിട്ട് നമ്മൾ എന്തിലൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ കൂപ്പർ പെയറിന് നമ്മുടെ സിസ്റ്റത്തിൽ കൂടി മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് എന്തില്ലാത്ത സൂപ്പർ കണ്ടക്ടറിന് 0 റെസിസ്റ്റൻസ് ഉള്ളത്. ഇനി ഇതെങ്ങനെയാണ് 2 ഇലക്ട്രോൺ അട്രാക്റ്റ് ചെയ്യുന്നത് അത് നോക്കാം. ഇനി ഒരു കൂപ്പർ പെയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇനി 2 ഇലക്ട്രോൺ എങ്ങനെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു മെറ്റലിൻ്റെ ഒരു ലാറ്റീസിന് ഒരു ഇലക്ട്രോൺ പോയാൽ അവിടെ എന്താവും, പോസിറ്റീവ് ചാർജ് ആവും. അങ്ങനത്തെ ഒരു കുറേ അയോൺസ് പോയ ഒരു ലാറ്റീസ് കൺസിഡർ ചെയ്യാം. ഫുള്ള് പോസിറ്റീവ് ചാർജുള്ള ഒരു ലാറ്റീസ് കൺസിഡർ ചെയ്യാം. എന്നിട്ടൊരു ഇലക്ട്രോണ് ഈ ലാറ്റീസ് കൂടി മൂവ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജൊക്കെ ഈ ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്യും. അതുപോലെ അട്രാക്റ്റ് ചെയ്യും എന്താ വെച്ചാൽ നമുക്ക് അപ്പോൾ ഇലക്ട്രോൺ ലാറ്റീസ് ഇൻട്രാക്ഷൻ അവിടെ നടക്കും. നൈബറിങ് അൺനോൺ സോൾസ്. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഇവിടേക്ക് വന്നു, പക്ഷേ എല്ലാ ലാറ്റീസും എന്താ അട്രാക്റ്റ് ചെയ്യും, ഈ ഇലക്ട്രോണിലേക്ക്. വെച്ചാൽ അത്രയും പോസിറ്റീവ് ഡെൻസിറ്റി ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇലക്ട്രോൺ വന്നാൽ എന്ത് ചെയ്യും, ഈ എല്ലാ ലാറ്റീസും ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ വേറൊരു ഇലക്ട്രോണും കൂടി വന്നു, ആ ഇലക്ട്രോണും എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കാരണം ഈ ലാറ്റീസിലേക്ക് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ ലാറ്റീസ് ഒരു ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്താ നടക്കുന്നത്, ഇലക്ട്രോൺ അട്രാക്ഷൻ. Electron moving through the lattice is attracted to the region of higher positive charge density. Hence, electron-lattice interaction takes place. Thus, 2 electrons are coupled indirectly. Electron-lattice-electron interaction. These pairs are called Cooper pair. Cooper pairs are formed due to electron-lattice-electron interaction. A Cooper pair is formed. അതാണ് എങ്ങനെയാണ് കൂപ്പർ പെയർ ഫോം ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലായ കൂപ്പർ പെയർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഇലക്ട്രോൺ എങ്ങനെയാണ് അട്രാക്ട് ചെയ്യുന്നത്, ലാറ്റിസ്-ഇലക്ട്രോൺ ഇൻട്രാക്ഷൻ. ഇനി കൂപ്പർ പെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് എന്താണ്, ഒരു ഫെർമിയോണാണ്. പക്ഷേ കൂപ്പർ പെയർ എന്താണ്, ഒരു ബോസോണാണ്. എന്താണ്, നമുക്കറിയാം പോയിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം നോ 2 ഇലക്ട്രോൺസ് ക്യാൻ ഓക്യുപ്പൈ ഇൻ എ സെയിം സ്റ്റേറ്റ്. എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂല. ദെർഫോർ 2 or more electron cannot occupy in the ground state. പക്ഷേ ബോസോണിന് പറ്റും. അപ്പോൾ കൂപ്പർ പെയർ എന്താണ്, ഒരു ബോസോണാണ്. കുറേ ബോസോൺസ് ഒരു ഗ്രൗണ്ട് ലെവൽ സ്റ്റേറ്റിലേക്ക് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് പിന്നെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പർ സ്റ്റേറ്റിലേക്ക് മൂവ് ടുഗദർ. അങ്ങനെ നമുക്ക് കണ്ടക്ടിവിറ്റി ലോവർ ബാൻഡിൽ നിന്ന് ഹയർ ബാൻഡിലേക്ക് പോകുമ്പോൾ കണ്ടക്റ്റിങ് നടക്കുന്നത് ഒരു റെസിസ്റ്റൻസും ഇല്ലാണ്ട് ഇവിടെ പോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെന്ത് പറയാം, ഹൈ കണ്ടക്ടിവിറ്റിയാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റിയാണ്. നമുക്കറിയാം ട്രാൻസിഷൻ ടെമ്പറേച്ചർ വെരി ഹൈ, എബവ് 20 കെൽവിൻ ഉള്ള
സൂപ്പർ കണ്ടക്ടേഴ്സിനെയാണ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്. പക്ഷേ അതൊരു ഡിഫക്റ്റാണ് സൂപ്പർ കണ്ടക്ടറിന്. നമ്മൾ കൂടുതൽ സ്റ്റഡീസ് നടത്തുന്നതിനാണ് ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുന്ന സൂപ്പർ കണ്ടക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മോർ സ്റ്റഡീസ് നടത്തുന്നത്. അതാകുമ്പോൾ നമുക്ക് വലിയൊരു ത്രോ ബാക്ക് കിട്ടും. ഒരു ഇതിൽ നമുക്കറിയാം സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ചെറിയ മെർക്കുറീൻ്റെ 4.2 കെൽവിന്, അതേപോലെ ഏറ്റവും ഇപ്പോൾ ഹൈ ആയിട്ട് ഓൾമോസ്റ്റ് 37 കെൽവിന്, പിന്നെ ഏറ്റവും ഇപ്പോൾ മാക്സിമം 130 കെൽവിൻ വരെയൊക്കെ നമുക്ക് ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടറിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പോരാ, ഇതിനേക്കാളും വലിയ സൂപ്പർ കണ്ടക്ടേഴ്സ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് പറ്റുക, നമുക്ക് പ്രാക്ടിക്കലി ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള സൂപ്പർ കണ്ടക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ അതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു റവല്യൂഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം റിസർച്ചേഴ്സിൻ്റെ ഇപ്പോൾ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള സൂപ്പർ കണ്ടക്ടേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു 20 കെൽവിൻ എബോവ് ഉള്ള സൂപ്പർ കണ്ടക്ടേഴ്സിനെയാണ് ഹൈ ടെമ്പറേച്ചർ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പറയാനുള്ളത് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലംസിന് ക്വസ്റ്റ്യൻസൊക്കെ ഫോട്ടോ ഇട്ട് തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ പഠിക്കാനുണ്ട്, ക്രിട്ടിക്കൽ ഫീൽഡിനുള്ളൊരു എക്സ്പ്രഷൻ പഠിക്കാനുണ്ട്. ആ എക്സ്പ്രഷൻ ഡെറിവേഷനൊന്നും പഠിക്കാനില്ല, പക്ഷേ ക്രിട്ടിക്കൽ ഫീൽഡിനുള്ളൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് HC of t is equal to HC of 0 into 1 minus t square by tc square, where HC of t is the material superconducting state. ഇതെന്താ ക്രിട്ടിക്കൽ ഫീൽഡ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിലെ ക്രിട്ടിക്കൽ ഫീൽഡ്, 0 ടെമ്പറേച്ചറിലുള്ള ഫീൽഡ്, ടി എന്ന് പറഞ്ഞാൽ റൂം ടി എന്താ TC എന്താ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ടി ഗവേൺ ടെമ്പറേച്ചർ. ഈ HC of Tൻ്റെ ടി ആണ് ടി സ്ക്വയർ. ഏത് ടെമ്പറേച്ചറിലുള്ള ഫീൽഡാണോ ആ ഫീൽഡ്, 0 ടെമ്പറേച്ചറിലുള്ള കെൽവിനിലുള്ള ഫീ ആണ് HC of 0. അത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ സ്ഥിരം ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. വേറെ ഇപ്പം അതാണ് ഇതിൽ സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഡെറിവേഷനൊന്നും പഠിക്കാനില്ല, പക്ഷേ ഈ എക്സ്പ്രഷൻ നിർബന്ധമായിട്ട് കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, അത് വെച്ച് 2 ക്വസ്റ്റ്യൻസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. അതേപോലെ ഇനി അടുത്ത് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ്. സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ടെക്സ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്, നിങ്ങളും ടെക്സ്റ്റ് നോക്കി നല്ലോണം വായിക്കുക. ഓക്കെ, സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു സ്ക്വിഡ്, സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫെറൻസ് ഡിവൈസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ടിൽ പറഞ്ഞത് സ്ക്വിഡും പിന്നെ MRI ഒക്കെയാണ്. ഓക്കെ, വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. എന്തിന്, ലാർജ് സ്കെയിൽ ഡിവൈസസ്, ജനറേറ്റർ, മാഗ്നറ്റിക്, സ്മോൾ സ്ക്വിഡ് എന്ന് വളരെ സ്മോൾ സ്കെയിൽ പ്രൊഡക്റ്റാണ്. സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് എന്ത് സ്ക്വിഡ്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സൂപ്പർ കണ്ടക്ടിങ് കേബിൾസ് ആർ എംപ്ലോയ്ഡ് ടു മേക്ക് ലാർജ് സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്സ്. ലാർജ് സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സൂപ്പർ കണ്ടക്ടർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ്, കേബിൾസ് ആർ മെയിൻറ്റെയിൻ അറ്റ് വെരി ലോ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ എന്താവും, സൂപ്പർ കണ്ടക്റ്റിംഗ് സ്റ്റേറ്റ് മാറിപ്പോവും. പിന്നെ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ് ഇൻ MRI സ്കാനിങ്ങിൽ, MRI അതേപോലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ, MRIൻ്റെ മെഷീൻസിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്, ഇതാണ് ഈ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സൂപ്പർ കണ്ടക്റ്റിംഗ് ജനറേറ്റർ ആസ് ഇൻ സ്മോളർ സൈസ് ആൻഡ് വെയ്റ്റ്. സൂപ്പർ കണ്ടക്റ്റിംഗ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ സൈസിൽ സ്മോളാണ്, ലാർജ് കൺസ്യൂം വെരി ലോ എനർജിയാണ് ആൻഡ് സേവ് മോർ എനർജി. അതേപോലെ മാഗ്നറ്റിക്കലി ലെവിറ്റേറ്റിംഗ് ട്രെയിൻ, ഏറ്റവും സ്പീഡ് കൂടിയ ട്രെയിൻ, അതായത് എന്താ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റിനെ റിപ്പൽ ചെയ്യും, ആ ഒരു ഫോഴ്സ് വെച്ചിട്ട് മാഗ്നറ്റിക് ലെവിറ്റേറ്റിംഗ് ട്രെയിൻ ഉണ്ട്. പിന്നെ NMR സ്കാനിങ്, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, അത് MRIൻ്റെ NMR ഒക്കെ ഏകദേശം ഒരേ ആപ്ലിക്കേഷനാണ്. പിന്നെ ഹൈഡ്രോ പവർ ജനറേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക, ജസ്റ്റ് നിങ്ങൾ വേർഡ്സിൽ എഴുതുക, നിങ്ങൾ ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കരുത്, ജസ്റ്റ് മനസ്സിലാക്കി കുറച്ച് ആപ്ലിക്കേഷൻസ് അവിടെ പഠിച്ചു വെക്കുക, എന്നിട്ട് സ്വന്തം വേർഡ്സിൽ എഴുതുക. ഓക്കെ, ഇതൊക്കെയാണ് സൂപ്പർ കണ്ടക്ടേഴ്സിനെ പറ്റി ജനറലായിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു ടോപ്പിക്ക് പറയാൻ വിട്ടുപോയി, ഇത് ഞാൻ ജസ്റ്റ് വിട്ടുപോയി, അത്ര സീരിയസ് ടോപ്പിക്കല്ല, പക്ഷേ 2 മാർക്സിനൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ എന്താ പെനട്രേഷൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ സൂപ്പർ കറണ്ട് ഒരു സർഫസ് കൂടി ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് തിക്നെസ്സിലേക്ക് അത് ഡെപ്തിലേക്ക് അത് പോകും.
ആ ഡെപ്തിനെയാണ് എന്ത് പറയുന്നത്, പെനട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. സൂപ്പർ കറൻറ്റ് ഫ്ലോസ് ത്രൂ ദ സർഫസ് വെൻ വിത്ത് എ സ്മോൾ തിക്നെസ് കോൾഡ് പെനട്രേഷൻ ഡെപ്ത്. അതെന്ന് പറയുന്നത് എന്താ, പെനട്രേഷൻ ഡെപ്ത് നോട്ട് റിയലി കോൺസ്റ്റൻറ്റ് ഫോർ ഒരു സ്പെസിമെൻ, അത് കോൺസ്റ്റൻ്റ് ആവുന്നില്ല, അത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അപ്പോൾ എത്ര പെനട്രേറ്റ് ചെയ്യുന്നുള്ളത് മാറിക്കളിക്കും. ഇതിനെ ഒരു എക്സ്പ്രഷൻ തന്നത് ലണ്ടൻ തിയറിയാണ്. ആ ബി ഓഫ് എക്സ് ഈക്വൽ ടു ബി ഓഫ് 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് ബൈ ലാംഡ എൽ, വെർ ലാംഡ എൽ ഈസ് ദ പെനട്രേഷൻ ഡെപ്ത്. ബി ഓഫ് 0 എന്ന് പറഞ്ഞാൽ സർഫസ് വാല്യൂ ഓഫ് ദ ഫീൽഡ്, ബി എന്ന ഫീൽഡാണ്, മാഗ്നറ്റിക് ഫീൽഡാണ് ബി, ആ സർഫസിലുള്ള വാല്യൂ ആണ് ബി ഓഫ് 0. എത്ര എൽ എന്ന് പറഞ്ഞാൽ ഡെപ്തിലാണ് ഇത് പെനട്രേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അവിടെയുള്ള ഫീൽഡാണ് ബി ഓഫ് എക്സ്. ഓക്കെ, അത് നമുക്കിങ്ങനെ മാറ്റി എഴുതാം. ജസ്റ്റ് ഒന്ന് ഈ എക്സ്പ്രഷൻ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് നമുക്ക് ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാം ഈ എക്സ്പ്രഷൻ വെച്ചിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റെ വാല്യൂ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത്, ഇൻ്റെ വാല്യൂ എത്രയാണ്, 0.37. അപ്പം ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡെപ്ത് അറ്റ് വിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി റെഡ്യൂസ് ടു 37% ഓഫ് ഇറ്റ് സർഫസ് വാല്യൂ. അതായത് സർഫസിലുള്ളതാണ് ബി ഓഫ് 0, എത്ര ഡെപ്തിലേക്ക് പോയി അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ബി ഓഫ് എക്സ്. അപ്പോൾ ലണ്ടൻ പെനട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത് ബി ഓഫ് എക്സ് ഈ സർഫസിലുള്ളതിനേക്കാളും 37% കുറഞ്ഞിട്ട് എപ്പോഴാണ് എപ്പോഴാണ് ആ ഫീൽഡ് എത്തുന്നത്, ആ ഫീൽഡിനെയാണ് എന്ത് പറയുക, ആ ഒരു ഡെപ്തിനെയാണ് എന്ത് പറയുന്നത്, പെനട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? ഇതാണ് നമ്മളെ ഈ ചാപ്റ്ററിലുള്ളൂ. എല്ലാവരും നന്നായി ടെക്സ്റ്റ് വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാം. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നന്നായി സോൾവ് ചെയ്ത് നോക്കുക. വായിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വെച്ചിട്ട് പഠിക്കുക. എക്സാമിന് പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന എസ്സേ എന്താ, മേസണറി എഫക്റ്റും ചോദിക്കും, ടൈപ്പ് 1 ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടർ, പിന്നെ BCS തിയറി, പിന്നെ ആപ്ലിക്കേഷൻ. നമ്മൾ പഠിച്ച മെയിൻ കാര്യങ്ങൾ തന്നെ അതിൽ എസ്സേ ആയിട്ട് ചോദിക്കുന്നതും. 2 പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് തരാം, ടെക്സ്റ്റിൽ നോട്ടിൽ സോൾവ് ചെയ്ത് നോക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ആൻസർ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.